ഇന്നലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് പോരുന്നത് മാത്രമല്ല കണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലെത്തി. ഞാൻ വന്ന് നോക്കിയപ്പോൾ കിച്ചണിൽ എല്ലാ പാത്രങ്ങളൊക്കെ ഉണ്ട്, ഇൻഡക്ഷൻ ഹീറ്ററും ഉണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ചായ വെച്ചു. കാരണം അവർ മിൽക്ക് പൗഡറും ഷുഗറും അതേപോലെ ടീ ബാഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചായ കുടിച്ചു. നമ്മുടെ കൈ കൊണ്ട് പാകത്തിന് മധുരമുള്ള ഒരു ചായ, കടുപ്പുള്ള ഒരു ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു സുഖം കിട്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം കുളിച്ച് ഫ്രഷായി വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി കൃതികേരെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവൾ റെഡിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ലോണ്ടറി എടുക്കുന്ന സമയമായിരുന്നു അവൾക്ക്. അപ്പോൾ അവിടെ പോയി വരായിരുന്നു. അപ്പം ഞങ്ങൾ അവിടേക്ക് പോയി. ഞങ്ങൾ കണ്ടതും അവൾ ഭയങ്കര സന്തോഷത്തോടു കൂടി കണ്ട സന്തോഷ പ്രകടനമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ കണ്ടിട്ട് ഒരു 2.5 മാസത്തോളം ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ കണ്ടു കഴിയുമ്പോഴേ മനസ്സിൽ നിന്ന് ഒരു ഭാരമൊക്കെ ഇറക്കി വെച്ച പോലെ നല്ല ഫ്രീ ആയി ആ ഒരു മൂഡാണ് കേട്ടോ നമുക്ക് തോന്നുക ആ സമയത്ത്. പിന്നെ അവൾ ഞങ്ങളെ അവിടെ മെസ്സുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടിരുത്തി. ഞങ്ങൾ അപ്പോൾ സ്നാക്കൊക്കെ കഴിക്കുന്ന നേരം കൊണ്ട് അവൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു മോളുണ്ട്, അപ്പോൾ അവിടേക്ക് പോയി വെറുതെ ഒന്ന് കറങ്ങിയൊക്കെ നടന്നു. അധികമൊന്നും കറങ്ങിയില്ല, കുറച്ച് നേരമൊക്കെ നടന്നു. കാരണം അവളുടെ ഡ്രസ്സിൻ്റെ ലഗേജും ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്ലാറ്റിൽ വെച്ച് ലഗേജൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട്, നടക്കാവുന്ന ദൂരമുള്ളൂ. അവിടെ ആ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അന്ന് കൃതിയമോൾ ഉണ്ടായിരുന്നില്ല, അവൾ ഹോസ്റ്റലിലായിരുന്നു, അവൾക്ക് വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ എന്തായാലും അവിടെ നിന്ന് കഴിപ്പിക്കുന്നത്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായി ആ ഭക്ഷണം. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. ഞാൻ ഫ്രഷൊക്കെ ആവാൻ പോയപ്പോൾ ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് 13th മാർച്ചിന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇപ്പോൾ ഇതേ 12 മണിയായപ്പോൾ അവർ രണ്ടാളും എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിക്കേതും കൃതിയും കൂടി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ബ്ലിങ്കിറ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് 5 മിനിറ്റിൽ നമുക്ക് സാധനം എത്തും. അങ്ങനെ ഒരു ഫ്ലവറൊക്കെ ഓർഡർ ചെയ്ത് അവരെനിക്ക് സർപ്രൈസ് തരണം കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്കങ്ങനെ ഫ്ലവർ കിട്ടിയപ്പോൾ എനിക്ക് അതും നമ്മുടെ മക്കൾ തരുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലേ. അവർ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് പപ്പ അറിയണ്ട കേട്ടോ, പപ്പോട് അറിഞ്ഞിട്ട് തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും പപ്പോട് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുക. അങ്ങനെ ചെയ്ത് അവർ ഇതേ ഫ്ലവറൊക്കെ തന്ന് ഒരു ഉമ്മൊക്കെ ഞാനപ്പോൾ അവർക്ക് റിട്ടേൺ ഗിഫ്റ്റായിട്ട് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ കേക്ക് കട്ടിങ് ഒന്നും ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, നമുക്ക് പിറ്റേ ദിവസം ചെയ്യാമെന്ന്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഇനി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കട്ടിങ്ങും കുറച്ച് വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം.